PSC ചാറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2017 LGSന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 2013, 14, 15, 16 4 വർഷങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2016 ആണ്. അന്താരാഷ്ട്ര പയർ വർഷമായിട്ട് ആചരിച്ചത് 2016 ആണ്. ഈ 2013 അന്താരാഷ്ട്ര ജലവർഷം ആയിട്ട് ആചരിച്ചത് 2013 ആണ്. അതുപോലെ തന്നെ 2014 കുടുംബ കൃഷി വർഷമായിട്ടാണ് ആചരിച്ചത്. 2015 മണ്ണ് പ്രകാശ വർഷമായിട്ടാണ് 2015 ആഘോഷിച്ചത്. പിന്നെ വരുന്നത് 2016 നമ്മൾ പറഞ്ഞു പയർ വർഷം. 2017 ആഘോഷിച്ചത് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇയർ ആയിട്ടാണ് 2017 ആഘോഷിച്ചത്. അതുപോലെ തന്നെ 2018 പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. 2019 ഭാഷാ വർഷമായിട്ടാണ് ആചരിച്ചത്. അതുപോലെ തന്നെ 2020 ഇപ്പോൾ പ്ലാന്റ് ഹെൽത്ത് ഇയർ ആയിട്ടാണ് 2020 ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2017 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്. 2016 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഇത്. 2017 ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 2016 ചോദിച്ചിരിക്കുന്നത്. 2016 കിട്ടിയത് സി രാധാകൃഷ്ണനായിരുന്നു. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. ഇപ്പോൾ 2020 കിട്ടിയത് സക്കറിയയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2020 കിട്ടിയത് സക്കറിയയ്ക്കാണ്. അതുപോലെ തന്നെ 2019 കിട്ടിയത് ആനന്ദിനും 2018 കിട്ടിയത് എം മുകുന്ദനുമായിരുന്നു. ഈ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കൊടുത്തത് 1993 ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കായിരുന്നു? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കായിരുന്നു ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, റിയോ ഒളിമ്പിക്സിൽ ഏതിനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം. PV സിന്ധു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാഡ്മിൻ്റൺ ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്നാണ്? സിന്ധു, നർമ്മദ, മഹാനദി, കാവേരി. ഈ 4 ഓപ്ഷൻസ് ആണ്. ഇതിൻ്റെ ആൻസർ സിന്ധു ആണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് സിന്ധു. ഇനി അടുത്ത നർമ്മദ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെ തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. അതുപോലെ തന്നെ മഹാനദിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കാവേരിയാണ്. കാവേരി എന്താണ്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതെന്നാണ്. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ആനമുടിയാണ്. ആനമുടിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആ ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്നാണ്. ഇതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ, പാലക്കാട്, ചിറ്റൂരാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് എന്നാണ്. ഓപ്ഷൻ ഉണ്ട്, മാർച്ച് മുതൽ മെയ് വരെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, ലാസ്റ്റ് ഒക്ടോബർ മുതൽ നവംബർ വരെ. ഇതിൻ്റെ ആൻസർ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. നമുക്കറിയാം അല്ലേ, നമുക്ക് ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കാലമാണ് മാർച്ച് മുതൽ മെയ് വരെ. പിന്നീടുള്ളത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്ന് പറയുന്നത് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ അറിയപ്പെടുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെയാണല്ലേ. അത് അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. അതുപോലെ തന്നെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ നമുക്കറിയാം ശൈത്യകാലം. പിന്നെ ഒക്ടോബർ മുതൽ നവംബർ വരെ നമുക്കറിയാം വടക്ക് കിഴക്ക് മൺസൂണിൻ്റെ കാലമാണ്. ഒക്ടോബർ മുതൽ നവംബർ വരെ ഉള്ളത്. വടക്ക് കിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപ്പുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ഇതിനകത്ത് ചിറാപ്പുഞ്ചി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിറാപ്പുഞ്ചി അല്ലാതെ മാറിയിട്ടുണ്ട്. മൗസിൻഡ്രോം ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. അത് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിൽ തന്നെയാണ്. ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥലമായ എവിടെയാണ്? മൗസിൻഡ്രോം സ്ഥിതി ചെയ്യുന്നതും മേഘാലയയിൽ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണെന്നാണ്. ഇതിൻ്റെ ആൻസർ 36 ആണ്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36 ആണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം നമുക്കറിയാം കവരത്തിയാണ്. അടുത്തത് പിന്നെ നമുക്കുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുണ്ടല്ലേ. ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപുകളുടെ എണ്ണം എന്ന് പറയുന്നത് 572 ദ്വീപുകളാണ്
ആൻഡമാൻ നിക്കോബാറിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജമ്മു കാശ്മീർ ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇപ്പോൾ ജമ്മു കാശ്മീറും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഇപ്പോൾ ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.